കർത്താവിന്റെ വചനം ധിക്കാരികൾക്ക്, അഹങ്കാരികൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അതെ, ഹനാനി പ്രവാചകൻ അവരൊരു വ്യാജപ്രവാചകനായി, ധിക്കാരിയായിരുന്നു, ജനത്തെ അസത്യം പഠിപ്പിച്ചവനാണ്. ഇനി അവനെതിരെ ദൈവം സംസാരിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കും. ജെറമ്യ 28 അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നീ മരത്തിന്റെ നുകമൊടിച്ചാൽ ഞാൻ നിന്റെ മുമ്പിൽ ഇരുമ്പിന്റെ നുകം ഉയർത്തിക്കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ, നീ ഏതെങ്കിലും ഒരു കാര്യം നിന്റെ സാമർഥ്യം കൊണ്ട് നിന്റെ പ്രശ്നം തീർക്കാൻ നീ നോക്കിയാലും അതിനേക്കാൾ വലിയ പ്രശ്നം നിന്റെ മുമ്പിൽ വരും. അത് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ധിക്കാരം വെടിഞ്ഞിട്ട് അനുദമിക്കാൻ തയ്യാറാകും. അനുദമിക്കാത്ത ധിക്കാരികളുടെ ജീവിതത്തിൽ വരാവുന്ന ഒരു വൻ നാശത്തെക്കുറിച്ചാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. ഈ അധ്യായത്തിന്റെ വെളിച്ചത്തിൽ ദൈവം അരുൾ ചെയ്ത ഒരു കാര്യമാണ്, നീ മരം കൊണ്ടുള്ള നുകം മുടിച്ചാൽ ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുകം നിനക്ക് വേണ്ടി ഉണ്ടാക്കും. നമ്മളായിട്ട് ഒരു പരിഹാരമാർഗം കണ്ടെത്തിയാലും അത് ശാശ്വതം ആകണമെന്നില്ല എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്ക് മറ്റു ചില വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതേ സന്ദേശം അവിടെ കാണാൻ സാധിക്കും. കർത്താവിന്റെ കരത്തിൽ നിന്നും നമുക്ക് ആർക്കും അത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കരം നമുക്കെതിരെ ഉയർന്നാൽ നമുക്ക് നമ്മുടെ സാമർഥ്യം കൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സങ്കീർത്തനം 76 6-ാമത്തെ വചനം, കർത്താവ് ഭീതിതനാണ്, അവിടുത്തെ കോപം ജ്വലിച്ചാൽ ആർക്ക് പിടിച്ചു നിൽക്കാനാകും? അതാണ് സങ്കീർത്തൻ പറയുക. കർത്താവിന്റെ ക്രോധം ജ്വലിച്ചാൽ അതിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജോഷുവ 10-ാം അധ്യായം 11-ാമത്തെ വചനം എടുത്താൽ, വാളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഗ്രൂപ്പ് ആളുകൾ, അവരെ കർത്താവ് കൺമഴ പെയ്യിച്ച് അതിൽ നിഗ്രഹിക്കുന്നതിനെ കുറിച്ച് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവർ വിചാരിച്ചു ജോഷുവയുടെ വാളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു, അവർക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ അവരാരും ജീവിച്ചില്ല. അവരുടെ മേൽ കർത്താവ് കൺമഴ പെയ്യിച്ചു. പിന്നെ നമ്മൾ കാണുന്നുണ്ട് എസെക്കിയേൽ 6:12 വായിക്കുമ്പോൾ, വാളിൽ നിന്നും രക്ഷപ്പെട്ട ഒരു ഗ്രൂപ്പ് ആളുകൾക്ക്, ശേഷിച്ച ആളുകൾക്ക് എന്ത് സംഭവിച്ചു? അവരെ ക്ഷാമം പിടിപെട്ട് മരിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ കരം നമുക്കെതിരെ ഉയർന്നാൽ നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. രക്ഷപ്പെടാനുള്ള മാർഗം അനുദമിച്ച് ധിക്കാരം വെടിഞ്ഞ് കർത്താവിന്റെ പക്കലേക്ക് തിരിയുക, എളിമപ്പെടുക എന്നുള്ള ആ ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം ധിക്കാരികൾക്കെതിരാണെന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തെ ധിക്കരിച്ച അഹങ്കാരത്തിൽ നാം തുടർന്നാൽ ദൈവം നമുക്ക് എതിരാകും. ജെറമ്യ 50:31 വായിച്ചാൽ, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ്, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു. യെശയ്യാ 1:17 മുതൽ വായിച്ചാൽ, നീ അനുദമിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാക്കി. യെശയ്യാ 37:29 സന്നക്കരിവ് അവൻ അഹങ്കാരത്തിൽ തുടർന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, നീ എന്നോട് കോപിക്ക്, നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ നിനക്കെതിരെ ചെയ്യാൻ പോവുക. എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൻ നിന്റെ വായിലും ഇട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? സെന്നക്കരിവിന് പോലും പറ്റില്ല. അവന്റെ മക്കളിൽ ഒരാൾ വന്ന് അവന്റെ തല വെട്ടി മാറ്റുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കാണുന്നുണ്ട് സംഖ്യ 16:49 വായിച്ചാൽ, കോറഹ് അവന്റെ ധിക്കാരം മൂലം ഒത്തിരിയേറെ ആളുകള് മരണപ്പെടുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. 10,000-ങ്ങളാണ് മരിച്ചു വീണത്. 2 മക്കബായർ 9:7 വായിച്ചാൽ, ധിക്കാരം വെടിയാതെ കൂടുതൽ ദുഷ്ടത അഹങ്കാരപൂർവ്വം ചെയ്തപ്പോൾ അന്ത്യോക്കസിന് സംഭവിച്ചെന്താ? ജീവിച്ചിരിക്കെ അവൻ പുഴുവരിക്കാൻ തുടങ്ങി. അതുപോലെ പരിതാപകരമായ ഒരവസ്ഥയിലേക്ക് വീണു പോകുന്ന അന്ത്യോക്കസിനെ നമുക്കിവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ദൈവം ധിക്കാരികൾക്കെതിരാണെങ്കിലും അനുതാപികൾക്ക് അനുകൂലമാണ്. അനുദമിച്ചാൽ ദൈവം നമ്മളെ കൂടെ നിൽക്കും. പ്രഭാഷകൻ 17:24 വായിച്ചാൽ, പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകുന്നു. പ്രഭാഷകൻ 8:5 കൂടി ഒക്കെയാണെങ്കിൽ, പശ്ചാത്തപിക്കുന്ന പാപിയെ ഒരിക്കലും പരിഹസിക്കരുത് എന്ന് മറ്റുള്ളവർക്കും ദൈവം നിർദ്ദേശം നൽകുന്നത് കാണാൻ പറ്റും. കാരണം നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അവരുടെ ഒരു വ്യക്തിക്ക് തെറ്റുപറ്റിയെങ്കിലും അവർ പശ്ചാത്തപിക്കുന്നെങ്കിൽ അവരെ പരിഹസിക്കരുത്. ലൂക്കാ 13:5 വായിച്ചാൽ, പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അതാരാണെങ്കിലും അവർ നശിക്കും. അതാണ് വചനം പറയുക. ലൂക്കാ 15:7 വന്നാലും പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകും. അവസാനമായി നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തെക്കാൾ നമ്മളാരും സ്മാർട്ടാകാൻ നോക്കരുത്. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. മത്തായി 10:24 വായിച്ചാൽ, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. 2 ദിനവൃത്താന്തം 32:15 വായിച്ചാൽ, സന്നക്കരിബ് അവൻ ദൈവത്തെക്കാൾ വലിയവനാക്കിയവനെ. അവൻ പറഞ്ഞത്, ഒരു ദൈവത്തിനും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അവസാനം അവനെന്താ സംഭവിച്ചത്? അവൻ്റെ തല മക്കളിൽ ഒരാൾ വെട്ടിമാറ്റുന്ന ആ പരിതാപകരമായ അവസ്ഥയാണ് അവനുണ്ടായത്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ധിക്കാരപ്പെടിയാനും അനുദവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയാനും നമുക്ക് തീരുമാനമെടുത്ത് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും
നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.